രാജുവിന്റെ അമ്മ അവൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി. അവൻ 7 വയസ്സുള്ളപ്പോൾ ഫാക്ടറിയിൽ നടന്ന ഒരു തീ വിപത്ത് കാരണം അവന്റെ അച്ഛനും മരിച്ചുപോയി. രാജു അവന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ രാജു ഒരുപാട് കഴിവുള്ളവനാണ്. രാജുവിന്റെ അമ്മയ്ക്ക് പുതിയ പുതിയ പാത്രങ്ങൾ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. രാജുവിന്റെ വീട്ടിൽ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അവൻ ആ പാത്രങ്ങളൊക്കെ വിറ്റ് കുറച്ച് കാശ് റെഡിയാക്കി ആ കാശ് ഉപയോഗിച്ച് ഒരു പാത്രക്കട തുടങ്ങി. ഇപ്പോൾ രാജുവിന് 20 വയസ്സ് തികഞ്ഞു. ഇപ്പോൾ അവൻ ഒരു വലിയ പാത്രക്കടയുടെ ഓണറാണ്. രാജുവിന് ഒരുപാട് സ്വന്തക്കാരുണ്ട്. പക്ഷെ ആരും അവനെ സഹായിക്കാൻ വരില്ല. പെട്ടെന്നൊരു ദിവസം ഗ്രാമത്തിൽ വലിയ മഴ പെയ്ത് എല്ലാം നശിച്ചുപോയി. കൃഷിക്കാരുടെ കൃഷിയും നഷ്ടപ്പെട്ടു, വ്യാപാരികളുടെ വ്യാപാരവും നഷ്ടപ്പെട്ടു. രാജു വീണ്ടും ദാരിദ്ര്യത്തിലായി. രാജുവിന് ആ ഗ്രാമത്തിലിരുന്ന് എന്ത് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് രാജുവിന് ഓർമ്മ വന്നത് രാജുവിന്റെ അച്ഛൻ അവൻ കുഞ്ഞായിരുന്നപ്പോൾ അവന്റെ മാമന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഒരുപാട് സമയം ആലോചിച്ചതിന് ശേഷം രാജുവിന് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ പേരും ഓർമ്മ വന്നു. രാജു ഒരുപാട് ആൾക്കാരോട് ചോദിച്ച് അവിടേക്ക് ചെന്നപ്പോൾ ആ ഗ്രാമം വളരെ ഭംഗിയുള്ളതായിരുന്നു. നമസ്കാരം മാമ, ഞാനാണ് രാജു. ഞാൻ ചെറുതായിരിക്കുമ്പോൾ എന്റെ അച്ഛൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു. ഞാൻ കുറച്ച് ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിച്ചോട്ടെ? ഞാൻ നിങ്ങളുടെ ജോലിയിലൊക്കെ സഹായം ചെയ്തോളാം. ഇല്ല, എന്നെ കൊണ്ട് നിന്നെ ഈ വീട്ടിൽ വെക്കാൻ പറ്റില്ല. എനിക്ക് അല്ലാതെ തന്നെ 2 മക്കൾ ഇവിടെ ഉണ്ട്. എനിക്ക് നിന്നെ നോക്കാൻ പറ്റില്ല മോനെ. നീ ഇവിടുന്ന് പോയിക്കോ. നീ എവിടെ പോയാലും എനിക്ക് പ്രശ്നമില്ല. രാജുവിന് അവിടെ നിന്നും എവിടെ പോകണമെന്ന് മനസ്സിലായില്ല. അവൻ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. വെയിലിന്റെ കാഠിന്യവും വളരെ അധികമായിരുന്നു. ഞാൻ കാട്ടിലേക്ക് പോവാം. അവിടെ പോയാൽ പഴങ്ങൾ കഴിച്ച് ജീവിക്കാലോ. രാജു പഴങ്ങൾ എന്തെങ്കിലും കിട്ടുമോന്നറിയാൻ കാട്ടിനകത്തേക്ക് ചെന്ന് നോക്കി. അവന് പെട്ടെന്ന് എവിടെ നിന്നോ പൂച്ചകളുടെ ശബ്ദം കേട്ടു. രാജു കുറേ ദൂരം നടന്നു ചെന്നപ്പോൾ ഒരു വലിയ മരത്തിന്റെ താഴെ ഒരു വലിയ കൂടുണ്ടായിരുന്നു. ആ കൂട്ടിൽ 3 പൂച്ചകൾ ഉണ്ടായിരുന്നു. മരത്തിന്റെ അടിയിലായി ഒരു മന്ത്രവാദി ഉറങ്ങുകയായിരുന്നു. ഇവിടെ നോക്കൂ, ആ മന്ത്രവാദി വല്ലാതെ ചോറുവായിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു. എന്തുപോലെ സഹായമാണ്? ഞങ്ങളെ ഈ കൂണ്ടിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം. എന്നാലേ ഞങ്ങൾക്ക് മന്ത്രവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. രാജു ആ കൂട് തുറക്കാനായി ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് ആ കൂടിന് ചുറ്റും തീ പിടിച്ച് കത്താൻ തുടങ്ങി. രാജു പെട്ടെന്ന് പേടിച്ച് കൈയെടുത്തു. ഇത് സാധാരണ കൂണ്ടല്ല. നിന്നെ കൊണ്ട് ഇത് തുറക്കാൻ പറ്റില്ല. അവിടെ നോക്കൂ, മന്ത്രവാദിന്റെ അടുത്ത് ഒരു മായത്തടി ഉണ്ടല്ലോ. അതെടുത്ത് 3 പ്രാവശ്യം നീ തട്ടണം. പൂച്ചകൾ എന്തു പറഞ്ഞോ രാജു അതുപോലെ ചെയ്തു. ഉടൻ തന്നെ ആ കൂട്ടിന്റെ കതക് തുറന്നു. നിന്നെ കണ്ട വളരെ നല്ലവനെ പോലെയുണ്ട്. നിന്റെ കൂടെ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുമോ? രാജു ആ തടി അവിടെ തന്നെ ഇട്ടിട്ട് ആ 3 പൂച്ചകളെയും തന്റെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നോട് ക്ഷമിക്കൂ കുട്ടികളെ, എനിക്ക് നിങ്ങളടുത്ത് തരാൻ ഒന്നുമില്ലല്ലോ. മഴ പെയ്തത് കൊണ്ട് ഞാൻ വല്ലാതെ പാവപ്പെട്ടവനായി. ഞങ്ങൾ 3 പേരും സാധാരണ പൂച്ചകളല്ല. ഒരു പൂച്ച അതിന്റെ വായിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ പൊഴിഞ്ഞു. അടുത്ത പൂച്ച അതിന്റെ വായിൽ നിന്നും ആഹാര സാധനങ്ങളും 3ാമത്തെ പൂച്ച ഭംഗിയുള്ള വസ്ത്രങ്ങളും നൽകി. എന്റെ ഗ്രാമത്തിലുള്ളവർ എല്ലാരും വിശന്നിരിക്കുകയായിരിക്കും. അവർക്ക് ഇത് പോയി ഞാൻ കൊടുത്തോട്ടെ. ആ 3 പൂച്ചകളുടെ സഹായം കൊണ്ട് രാജു ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങി. രാജു പാത്രം വിൽക്കുന്ന വ്യാപാരവും വീണ്ടും ആരംഭിച്ചു. ഗ്രാമത്തിലെ ജനങ്ങളും ആ മാന്ത്രിക പൂച്ചകളുടെ സഹായം കൊണ്ട് വീണ്ടും അവരുടെ വ്യാപാരവും കൃഷിയും തുടങ്ങി. മറുവശത്ത് ആ മന്ത്രവാദി അദ്ദേഹത്തിന്റെ പൂച്ചകളെ തേടി അലയുകയായിരുന്നു. ആരാണത്? എന്റെ പൂച്ചകളൊക്കെ കട്ടുകൊണ്ടുപോണത്? അവർക്ക് ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. അവർ മറക്കാൻ പറ്റാത്തതുപോലെ ഞാൻ കാണിച്ചു തരാം. രാജുവിന്റെ മാമൻ ഒരു ദിവസം ഒരു ആവശ്യത്തിനായി ഗ്രാമത്തിലേക്ക് വന്നു. അദ്ദേഹം ഗ്രാമം ഒരുപാട് സമൃദ്ധിയായിരിക്കുന്നത് കണ്ടു. അവിടെ എല്ലാരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. മാമ ഒരാളോട് ചെന്ന് ചോദിച്ചു, ഇവിടെ നോക്കൂ ചേട്ടാ, നിങ്ങളുടെ ഗ്രാമം അല്ലേ മഴ പെയ്ത് മൊത്തം നാശായി പോയത്? ഇപ്പോഴെങ്ങനെയാണ് നിങ്ങൾ ഇത്ര സന്തോഷമായിട്ടുള്ളത്? ഇത് ആ രാജു കൊണ്ടുവന്ന പൂച്ചകളുടെ മഹിമയാണ്. രാജുവിന് 3 മന്ത്രപൂച്ചകൾ കിട്ടിയിട്ടുണ്ട്. രാജു ഈ ഗ്രാമത്തില് കുറെ നല്ല കാര്യവും ചെയ്തിട്ടുണ്ട്. ഗ്രാമത്തിലെ വലിയ കട രാജുവിന്റെ തന്നെയാണ് ചേട്ടാ.
മാമൻ രാത്രി മുഴുവൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. രാത്രി അദ്ദേഹം ആരും കാണാതെ രാജുവിന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം പൂച്ചകളുടെ വായിൽ നിന്നും സ്വർണം, തുണി, ആഹാരം വരുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ മാമന്റെ മനസ്സിൽ അത്യാഗ്രഹം ഉദിക്കാൻ തുടങ്ങി. ഞാൻ ഇവിടുന്ന് എങ്ങനെങ്കിലും ആ 3 പൂച്ചേനെ അടിച്ചു മാറ്റാൻ പോവുകയാണ്. രാജു ദിവസവും രാവിലെ പൂച്ചകൾക്കായി പാൽ വയ്ക്കുമായിരുന്നു. അന്ന് രാജു പാൽ വെച്ചിട്ട് പോയതിനു ശേഷം മാമ ആ പാൽ എടുത്തു മാറ്റി വേറെ പാൽ അതിനു പകരം വെച്ചു. അദ്ദേഹം ആ പാലിൽ മയക്കുമരുന്ന് കലക്കി വെച്ചു. 3 പൂച്ചകളും മയങ്ങിയതിനു ശേഷം മാമ ആ പൂച്ചകളെ തന്റെ സഞ്ചിയിൽ എടുത്തു വെച്ചു. എന്നിട്ട് അത് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ എത്തുന്നതിന് കുറച്ചു മുൻപ് അദ്ദേഹം ആലോചിച്ചു, ഈ കാട്ടിനുള്ളിൽ തന്നെ ഈ പൂച്ചകളൊക്കെ എങ്ങനെ ജോലി ചെയ്യുന്നു ഞാൻ നോക്കട്ടെ. കാട്ടിൽ ആ മന്ത്രവാദി പൂച്ചകളെ തേടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് പൂച്ചകളുടെ ശബ്ദം കേട്ടതും അദ്ദേഹം ആലോചിച്ചു, അതെന്തെന്ന് വെച്ചാൽ ഇത് എന്റെ പൂച്ചകളുടെ ശബ്ദം തന്നെയാണ്. അത് ഇവിടെയാണ് എവിടെയോ ഉള്ളത്. മന്ത്രവാദി ചെന്ന് നോക്കിയപ്പോൾ പൂച്ചകൾ മാമയോടൊപ്പം ഇരിക്കുന്നത് കണ്ടു. മന്ത്രവാദി മന്ത്രം പറഞ്ഞ് ആ മാമയെ ഒരു കുരങ്ങനാക്കി മാറ്റി. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പൂച്ചനെ നീ കട്ടുകൊണ്ടുപോകും. ഇനി നീ ജീവിതം മുഴുവൻ ഈ കുരങ്ങ് പോലെ തന്നെ ചുറ്റി കളിച്ചോളൂ. ഇനി ദിവസം നീ എന്റെ അടിമയായിട്ട് തന്നെ ഇരിക്കും. മന്ത്രവാദി പൂച്ചകളെയും കുരങ്ങനെയും തന്നോടൊപ്പം എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി.